ഇവരിപ്പോ വ്യാപകമായ പ്രചരണമാണ്. അതാണ് KC-യുടെ പറഞ്ഞത്. ആരോഗ്യമന്ത്രി ആക്രമിച്ചെന്നു. റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് പ്ലാറ്റ്ഫോമിന്റെ ഇപ്പുറത്ത് അവിടെ മുഴുവൻ CCTV ഉണ്ട്. നമ്മൾ വിചാരിച്ചത് എന്താ സംഭവം. അദ്ദേഹം വിശദീകരിച്ചു. 3-4 പേര് കേസുകാർ മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ച അപകടം പറ്റുക ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. എന്നിട്ട് 10-30 പോലീസുകാർ ഇവരെ വഹിച്ചുകൊണ്ടുപോയി. ഈ പിള്ളേരുടെ പുറകെ ആരോഗ്യമന്ത്രി ചൂടായിക്കൊണ്ട് ഓടുക. എന്നിട്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് അപ്പുറത്ത് പോയി നമ്മുടെ സ്പീക്കറായിട്ടൊന്ന് സംസാരിച്ചു. ശംസീർ പഴയ SFI-കാരനായി. രണ്ടുപേരും കൂടി അവിടെ നിന്നൊരു ഗൂഢാലോചന നടത്തി. വലിയ ഗൂഢാലോചനക്കാരനെ ഫോണിൽ വിളിച്ചപ്പോൾ ആര് മുഖ്യമന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ആശുപത്രിയിൽ പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം. ഒരു തെളിവുമില്ല. വെറുതെ ആര് നമ്മുടെ പിള്ളേര് ആരെങ്കിലും ആക്രമിക്കുക ഒന്നുമില്ല. ചുമ്മാ പ്രചരിപ്പിക്കുക. അപ്പൊ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിമ്പതി. എന്നിട്ട് പറഞ്ഞു എന്നെ കംപ്ലീറ്റ് ആക്രമിക്കുന്നു. എല്ലാ മന്ത്രിമാരും കൂടി വന്നിട്ട് ഞാൻ വിട്ടാണെന്ന് പറയും പിള്ളേര്. ആരെ വീണ ജോർജിനെ ആക്രമിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടാണെന്ന് പറയും. അല്ല, ഞാൻ കുറച്ചു നാളായിട്ട് ഈ മന്ത്രിമാരാണ് എന്റെ PR-യാണ് ഏൽപ്പിച്ചേക്കണം. ഈ മന്ത്രിസഭയില് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അവരാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്തണ്ട. പിന്നെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കാം. ഏത് വഴിയില് പോകുമ്പോ അതൊന്നും വേണ്ട. ഞങ്ങൾക്കൊരു പോലീസ് പോലും വേണ്ട, ഒരു സന്നാഹം വേണ്ട. അല്ലാതെ റോഡിലൂടെ എല്ലാ കോൺഗ്രസ്സുകാരും നടക്കും, എല്ലാ UDF-കാരും നടക്കും. ഒരാൾ ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റണ്ട. അക്രമം ഉണ്ടാക്കി ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപൂർവമായ നീക്കമാണ്. ഒരു ശിക്ഷയില്ലല്ലോ, അടുക്കുന്നില്ലല്ലോ. എല്ലാം തിരിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തിരിഞ്ഞു കയറുക. ഹൈവേ ആണ് ആഘോഷിക്കാൻ വേണ്ടി നിന്നത് ഇലക്ഷൻ കാലത്ത്. അത് 150 സ്ഥലത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. ഏത് ഹൈവേ? അതോടുകൂടി ഇപ്പൊ ഹൈ എന്ന് പോലും പറയില്ല. മിണ്ടാതായി. മറ്റത് ഒടുക്കത്തെ റീലാണ് ഹൈവേ കൂടി നടന്നുകൊണ്ട്. ഇപ്പൊ മിണ്ടാട്ടയില്ല, ഒരു കാര്യമില്ല. ഇപ്പൊ പറയണെന്താ, ഞങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത്. തൊലിക്കെട്ടി അപാരമല്ലേ. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം പ്രഖ്യാപിക്കുമ്പോ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന്. അന്നത്തെ ദേശാഭിമാനി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഫ്രണ്ട് പേരിലേക്കണ കടൽ കൊള്ള. ഇപ്പൊ അത് കടൽ വിപ്ലവമായി മാറി. എന്നിട്ട് അത് പറയുകയാണ് ഞങ്ങളെ കൊണ്ടുവന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ, ഈ ഗ്യാസ് ലൈൻ കൊണ്ടുപോകാനാ. അതിടുമ്പോ CPM-കാര് സമരം നടത്തി. ഒരു നേതാവ് പ്രസംഗിച്ചത്, സൂക്ഷിക്കണം നിങ്ങൾ, ഗ്യാസാണല്ലോ, ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച ആ ആളിപ്പോ ഈ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിട്ടിരിക്കുക. എന്നിട്ട് പിണറായി വിജയന്റെ തൊലിക്കട്ടി ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ഒരു കുന്തവും കൊണ്ടുവന്നിട്ടില്ല. കൊച്ചി മെട്രോക്കെതിരായി സമരം നടത്തി. എന്നിട്ട് ഇപ്പൊ മെട്രോയുടെ കാര്യം അവകാശപ്പെടുക. ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തെ മുഴുവൻ തകർത്ത്, കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം സകല രംഗങ്ങളിലും തകർത്ത് തരിപ്പണമാക്കി ചവിട്ടി മെതിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് നിങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. KC പറഞ്ഞ തന്നെ, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ അങ്ങ് ചിരിച്ചോ. കാരണം എന്താ, അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോണ ഈ തെരഞ്ഞെടുപ്പിൽ. നല്ല ആളുകളുണ്ട്, ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. കുറെ 3-4 പതിറ്റാണ്ടായി LDF വന്നാൽ നല്ലതാണ്, കേരളത്തിന് മാറ്റമുണ്ടാകും. അവരെ കണ്ടാൽ കെട്ടിപ്പിടിച്ചോ. കാരണം അവരെല്ലാവരും നമ്മളെക്കാൾ വാശിയിലാണ് ഇവരെ താഴെ ഇറക്കാൻ. എന്താ കവി സച്ചിദാനന്ദൻ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട. മലയാളിയുടെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 അയ്യോ വേണ്ട. സാംസ്കാരിക ലോകവും കേരളവും മുഴുവൻ ഇവർക്കെതിരായി നിൽക്കുകയാണ്. മുഴുവൻ ആളുകളും, കേരളം മുഴുവൻ ഇവർക്കെതിരാണ്. നമ്മൾ ടീം UDF, ഞാൻ നിങ്ങളോട് പറയുന്നു, 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഈ ആലപ്പുഴ KC-ക്ക് എത്ര വോട്ടിന് ജയിച്ചിരുന്ന സ്ഥലമാണ് ഈ ആലപ്പുഴ. ആ 100 ചില്ലാൻ ഭൂരിപക്ഷം വരുമ്പോ അതിലൊരു UDF MLA ഉണ്ടാവുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? ആ ഉറപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ച് ആലപ്പുഴയിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നൽകിയ ഈ ആവേശോജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു. നമസ്കാരം.